സർക്കാർ സഹായിക്കണം. ഈ ശിക്ഷാ വിധിയിൽ തൃപ്തിയുണ്ടെന്ന് സജിതയുടെ പെൺമക്കൾ പറയുകയാണ്. മുബഷീർ പി അക്ബർ ഉണ്ട്. മുബഷീർ, ഇപ്പോൾ തൃപ്തിയാണ് വിധിയിൽ, കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം സജിതയുടെ സഹോദരി പറഞ്ഞതും പ്രധാനമാണ്. അനാഥരായിരിക്കുന്നു 2 കുട്ടികളും, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ്. അവരെ സർക്കാർ ഏറ്റെടുക്കണം, അവർക്ക് സർക്കാർ ജോലി നൽകണം എന്നുള്ളതാണ്. കോടതിയും അത്തരം പരാമർശം നടത്തിയെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? മുബഷീർ, തീർച്ചയായും അവരുടെ അമ്മയായിട്ടുള്ള സജിതയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ തൃപ്തരാണ് എന്നുള്ളതാണ് സജിതയുടെ 2 മക്കളും സഹോദരും ഇപ്പോൾ പ്രതികരിക്കുന്നത്. പ്രതീക്ഷിച്ച പോലൊരു കോടതി വിധി, കോടതിയുടെ ഭാഗത്ത് അത്തരമൊരു നിരീക്ഷണം ഉണ്ടായി എന്നുള്ളതാണ് മക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലവർ തൃപ്തരാണ്. ഇനി മറ്റു മേൽക്കോടതിയൊന്നും സമീപിക്കേണ്ട കാര്യമില്ല. ഇനി വരാൻ പോകുന്ന 2 കേസുകൾ, സുധാകരനെയും അതോടൊപ്പം തന്നെ അവരുടെ അമ്മൂമ്മയായിരുന്ന ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടും കോടതി കൃത്യമായിട്ടുള്ളൊരു വിധി തന്നെ നടത്തും, ശിക്ഷ തന്നെ നൽകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആ ഒരു മക്കൾ നമ്മളോട് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ സജിതയുടെ സഹോദരി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ മക്കളെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം. വിശേഷിച്ചും ഇയാൾക്ക് ഏത് ഘട്ടത്തിൽ പോലും പുറത്തിറങ്ങാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവരുടെ ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണം. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി, ഉപജീവന മാർഗം ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ് ആ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷിച്ചും ചെറിയ മക്കളാണ്, പഠിക്കുന്ന മക്കളാണ്. അവരെ സംബന്ധിച്ച് അവരുടെ അച്ഛനും അമ്മയെയും ആ ക്രിമിനലായിട്ടുള്ള ചെന്താമര കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബം അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ചെന്താമരയെ കോടതിയിൽ നിന്നും പുറത്തിറക്കും സ്മൃതി. ഒരു പക്ഷേ ചെന്താമരയുടെ പ്രതികരണം നമുക്ക് എന്തായിരിക്കുമെന്ന് പ്രതീക്ഷ നോക്കാം. അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ ആ പ്രതികരണം നോക്കാം.